എടാ ഉച്ച കഴിഞ്ഞ് ഫസ്റ്റ് പീരീഡ് ഏതാ? മാത്സ് ആണെന്ന് തോന്നുന്നു. ഓ നീ ഹോംവർക്ക് ചെയ്തായിരുന്നു? അത് ഞാൻ ഇന്നലെ ട്യൂഷൻ പോയപ്പോ ചെയ്തായിരുന്നു. എടാ ചതിയാ. വരട്ടെ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. എടാ ഇനി ബെല്ലടിക്കാൻ 10 മിനിറ്റേ ഉള്ളൂ. നീ നോക്കി എഴുതി തീർക്ക്. നീ പോടാ, എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട. എടാ എഴുതടാ, ഇപ്പൊ എഴുതിയാലേ തീരത്തോളൂ. എനിക്ക് നിന്റെ ബുക്ക് വേണ്ട. എടാ ഇവന്റെ ബുക്ക് നോക്കി എഴുതാൻ മാത്രം ഗതികെട്ട് പോയടാ നീ. എടാ ഞാൻ ഇന്നലെ ട്യൂഷൻ പോയി ഒരുപോലെ കണ്ണടക്കാതെ എഴുതിയതാടാ. എന്തോന്ന്? അല്ലടാ, ഞാൻ എഴുതി നോക്കി എഴുത്, സമയം പോന്നു. ആ ശരി, പെട്ടെന്ന് എഴുതടാ. എടാ പെല്ലടിച്ചല്ലേ. എടാ ഇനി കുറച്ചുകൂടെ ഉള്ളൂ. സാറ് വരുന്നതിന് മുമ്പ് നീ എഴുതി തീർക്കാൻ നോക്കും. ആ ഇതെന്തോ എഴുതിയിരിക്കുന്നത്? x-y. എക്സാം ആ ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഇരുന്നു. പെട്ടെന്ന് എഴുതടാ. എടാ കുറച്ചുകൂടെ ഉള്ളൂ, നീ ഇപ്പൊ എഴുതി. എല്ലാരും നോട്ട് എടുത്തേ. സാർ ഹോംവർക്ക് ഉണ്ടായിരുന്നു. ആ ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലേ? ഹോംവർക്ക് ചെയ്യാത്ത ആരാ? ഓ അപ്പൊ എല്ലാരും ചെയ്തോ? വരട്ടെ, നീ ചെയ്തോടാ. ആ ചെയ്തു സാർ. ആ ഇങ്ങോട്ട് എടുത്തേ നോക്കട്ടെ. ഇത് എന്തുവാടാ എഴുതി വെച്ചേക്കുന്നത്? എന്ത് പറ്റി സാർ? ഇത് മൊത്തം പൊട്ട തെറ്റാ. സോമന്റെ കയ്യിൽ 5 പഴമുണ്ട്. അതിൽ നിന്ന് 3 പഴം പോയാൽ ബാക്കി എത്ര? 2 പഴം. ആന്നേ. അതെ സാർ. പിന്നെ ഇതിൽ നീ എന്തിനാണ് 4 എഴുതി വെച്ചേക്കുന്നത്? നീ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നത്? ഒരു ബേസിക് കണക്ക് പോലും നിനക്ക് സോൾവ് ചെയ്യാൻ അറിയത്തില്ലല്ലേ? സാർ അത് ഇന്നലെ രാത്രി ഉറക്കത്തിൽ ചെയ്തപ്പോ. ഉറക്കത്തിൽ ചെയ്തു. മൈസേ പോയി വഴി എടുത്തോടാ. സാറേ വള്ളിച്ചൂരിൽ വേണോ സാധാ ചൂരിൽ വേണോ? വള്ളിച്ചൂരിൽ തന്നെ ആയിക്കോട്ടെ. വേഗം പോയി എടുത്തുണ്ടോ? ആ സാർ. മേ ഐ കം ഇൻ സാർ? ആ കമിൻ. വരട്ടെ, കൈ നീട്ട. ആ ഇരിക്കി. സോറിടാ. എടാ നീ ഇത്ര പൊട്ടനാണോ? ഇതുപോലെ കുറെ എണ്ണം വരും, പഠിക്കത്തുമില്ല, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഈ കണക്കെല്ലാരും ഒന്ന് സോൾവ് ചെയ്തേ. കണ്ടോ അവന്മാര് സാറിന് ട്യൂഷൻ പോകേണ്ട പെട്ടെന്ന് ചെയ്യുന്നത്. നമുക്കും പോയാലോ? പിന്നെ ഇയാളെ സ്കൂളിലെ സഹിക്കാൻ വയ്യ, പിന്നെ ട്യൂഷന് പോകുന്നത്. അതും ശരിയാ. സാർ ഫിനിഷ്. സാറാ ഞാനും കഴിഞ്ഞ്. ആ വെരി ഗുഡ്. ബാക്കിയുള്ളവരും പെട്ടെന്ന് ചെയ്തേ. എന്താടാ? എടാ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കിയാലോ? മൈ ബ്രെയിൻ ഈസ് നോട്ട് ബ്രെയിനി. നീ തന്നെ ചെയ്തോ. ഓ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങ് മറിച്ചാനെ. ആ അപ്പൊ എല്ലാരും ചെയ്തില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാ. രക്ഷപ്പെട്ടാ, സാർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാ. എന്ത് രക്ഷപ്പെടാൻ? നിനക്ക് ആൻസർ കിട്ടിയോ? എനിക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണോടാ. എടാ ഞാനേ ഡൗട്ട് ഉണ്ടെന്ന് പറയാൻ പോവാ. ആ പറ, എനിക്കും അറിയണം. ആർക്കും ഡൗട്ട് ഇല്ലേ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാ. സാർ എനിക്ക് മനസ്സിലായില്ല. ഇതിലിപ്പോ എന്തോ ഉത്തരം മനസ്സിലാക്കാൻ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാന്നാ പറഞ്ഞേ. അതല്ല സാർ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലെന്നാ പറഞ്ഞേ. ബാക്കി എല്ലാവർക്കും മനസ്സിലായില്ലേ? നിനക്ക് മാത്രം എന്താ മനസ്സിലാവത്തെ? സാർ എനിക്ക് മാത്രമല്ല, പിന്നെ ഇവനും മനസ്സിലായില്ല. ആണോടാ? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല സാർ, എനിക്ക് നല്ല വൃത്തിക്ക് മനസ്സിലായി. കേട്ടല്ലോ. എടാ ഈ ക്ലാസ്സിൽ ഏറ്റവും അലുമ്പ് ചെറുക്കൻ നീയാ, ബാക്കിയുള്ളവരെ കൂടെ വഴി തെറ്റിക്കാനായിട്ട്. നീ നോക്കിക്കോ, ഈ ആഴ്ച എക്സാമിന് ഞാൻ നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓ അപ്പൊ ഈ എക്സാം നല്ല ചലഞ്ചിങ് ആയിരിക്കും. ആ ശരിയാടാ അംശിയസേ. അതിനെങ്ങാനും മാർക്ക് കുറയുവാണേ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ നിനക്ക് തരും. എടാ ഇനി എന്തോ ചെയ്യും? എന്ത് ചെയ്യാനാ? അനുഭവിക്കുക. ഒന്നുമില്ല, ഞാനിരുന്ന് പഠിക്കാൻ പോവാ. പഠിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പൊട്ടും, അടിയും കിട്ടും. പിന്നെ എന്തിനാ പഠിച്ച സമയം കളയുന്നത്? അത് നീ എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു.
എന്താണ് പതിവില്ലാതെ പഠിക്കാനൊക്കെ തീരുമാനിച്ചോ? ഒരു എക്സാം ഉണ്ട്, അതിന് എനിക്ക് നല്ല മാർക്ക് മേടിക്കണം. കുറച്ച് വൈകിട്ടാണെങ്കിലും എന്റെ മോന് ബോധം വന്നല്ലോ. അമ്മ നോക്കിക്കോ, ഈ എക്സാമിന് ഞാൻ ഫുള്ള് മാർക്ക് മേടിക്കും. എടാ അവൻ 8 ഉള്ളൂ, എനിക്ക് 10 ഉണ്ട്. അളിയ നിനക്ക് പഠിക്കാൻ കഴിവില്ല, നീ അത് മനസ്സിലാക്കടാ. പോടാ. എടാ നമ്മള് ഉഴപ്പന്മാരാണ്, പഠിപ്പിസ്റ്റുകളല്ല. നീ പോടാ, ഞാൻ ഉഴപ്പനല്ല. വരട്ടെ, എന്തുവാ അവിടെ? ഒന്നുമില്ല സാർ, ഇവൻ ഞാൻ ഉഴപ്പനാന്ന് പറയുന്നു. ആ, അതുള്ള കാര്യമില്ലേ? അല്ല, ഞാൻ ഉഴപ്പനല്ല സാർ. ഉഴപ്പനല്ല പോലും. എന്നിട്ട് കൊട്ടക്കണക്കിന് മാർക്കാണല്ലോ നീ വാങ്ങിച്ചത്. ആ, അതിപ്പോ ഫ്രണ്ട് ഇരിക്കുന്ന പഠിക്കുന്ന പിള്ളേർക്ക് മാർക്ക് കുറവാണല്ലോ. എന്താ സാർ, ഇവരും ഉഴപ്പന്മാരാണോ? നിർത്തടാ. ഞാൻ ഇതേ ക്വസ്റ്റ്യൻ വെച്ച് ഈ എക്സാം ഒന്നും കൂടെ നടത്തും. നമുക്ക് കാണാം ആരാ ഉഴപ്പൻ ആരാ പഠിപ്പിന്നൊക്കെ. ഇവിടെ നീ നോക്കിക്കോ, അടുത്ത എക്സാമിന് ഞാൻ ഫുള്ള് മാർക്ക് മേടിക്കും. ഇപ്പൊ ചിലർക്ക് മനസ്സിലായി കാണും ആരാ പഠിപ്പി ആരാ ഉഴപ്പൻ എന്നൊക്കെ. ബർത്ത് സ്റ്റാൻഡപ്പ്. എടാ നീ ഇത്രയ്ക്ക് മണ്ടനാണോ? എടാ സെയിം ക്വസ്റ്റ്യൻ അല്ലേടാ ഞാൻ എക്സാമിന് ഇട്ടെ, എന്നിട്ട് പോയി നിനക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലേ? നീ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നത്? നിന്നെക്കാളും നല്ലതൊരു കിഴങ്ങ, അത് കുഴിച്ചിട്ടാ കിളിച്ചെങ്കിലും വരും. ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല, ഈ ആഴ്ച PTA മീറ്റിംഗ് ഉണ്ടല്ലോ, ഇതിന്റെ മറുപടി ഞാൻ അപ്പ പറയാം. ആ, എല്ലാവരും വന്നല്ലോ. ഈ ക്ലാസ് വളരെ മികച്ചൊരു ക്ലാസ്സാണ്. എല്ലാ കുട്ടികളും നല്ല കഴിവുള്ള കുട്ടികളാണ്, ഒരാൾ ഒഴിച്ച്. ഭരത്. ഭരത്തിന്റെ പേരന്റ് ആരാ? ആ, ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. ഇവനെ എന്തിനാ ഇങ്ങോട്ട് പഠിക്കാൻ വിടുന്നത്? ഒരു കഴിവുമില്ല, പഠിക്കത്തുമില്ല. ഇവ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവനെ ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ആരും ഇവനെ പോലെ ആവരുതെന്ന്. അമ്മ, ഇരിക്കിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സയൻസ് എക്സിബിഷൻ വരുന്നുണ്ട്. അപ്പൊ കഴിവുള്ള പിള്ളേർ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ട് വരണം. പിന്നെ എല്ലാവരുടെയും പേരൻസിനോടും വരാൻ പറയണം. കഴിവില്ലാത്തവരുടെ പേരൻസിനും വരാം. കഴിവുള്ള പിള്ളേർ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതൊക്കെ കാണാം. എടാ, ഈ എക്സിബിഷനെ എനിക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസ് ചെയ്യണം. എടാ പറ്റുന്ന പണിക്ക് വല്ലതും പോയാൽ പോരെ? ഞാൻ എന്തായാലും ഒരു കൈ നോക്കാൻ പോവാ. ഓ നീ നോക്ക്. പിന്നെ എനിക്ക് ചേട്ടൻ ചെയ്തൊരു സാധനം ഇരിപ്പുണ്ട്, ഞാൻ അത് കൊണ്ടുവരും. ഓ, നീ എന്തെങ്കിലും കാണിക്കും. എന്തുകൂടെ നോക്കുന്നത്? അമ്മ, തെർമോകോൾ വല്ലതും ഇരിപ്പുണ്ടോ? ഇവിടെ എവിടുന്ന തെർമോകോള്? തെർമോകോൾ ഇല്ലെങ്കിൽ ബേസ്ബോർഡ് ആയാലും മതി. ഇവിടെ ഒന്നുമില്ല. നീ അപ്പുറത്തെ മാമിയുടെ വീട്ടിലാണ് പോയി ചോദിക്കുക. ആ, എന്തോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. സാർ, ഇതാണ് കിഡ്നി. നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളെല്ലാം അരിച്ച് വൃത്തിയാക്കുന്ന ചെറിയൊരു ഫിൽറ്ററാണ് കിഡ്നി. നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത് ബാക്കിലായി കശുവണ്ടിയുടെ ആകൃതിയിൽ 2 കിഡ്നികളാണ് നമുക്കുള്ളത്. ഗുഡ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തേ. സാറേ, ഇതാണ് അഗ്നിപർവ്വതം. ഭൂമിക്കടിയിലെ ചൂടുകൂടിയ പാറകളും തിളച്ചു മറിയുന്ന ദ്രാവകങ്ങളും പുറത്തു ചീറ്റുന്ന വിചിത്രമായ ഒരു മലയാണ് അഗ്നിപർവ്വതം. ഗുഡ്.
സാർ ഇതാണ് പണ്ട് ഹനുമാൻ ചുമന്നു വന്ന മരുത്തോമല. ഇതാണ് ഹനുമാന്റെ വീട്. അങ്ങനെ പറന്നു വന്ന ഹനുമാൻ ക്ഷീണിച്ചപ്പോൾ മരുത്തോമല ഈ സൈഡിൽ വെച്ചിട്ട് ഈ വീട്ടാണ് ഹനുമാൻ വിശ്രമിച്ചത്. സയൻസ് എക്സിബിഷൻ ആണോ നിന്റെ മരുത്താമലയും ഹനുമാന്റെ വീടും കൊണ്ടുവരുന്നത്? അതിലാണ് സാർ ഇതിന്റെ സയൻസ് ഒളിഞ്ഞിരിക്കുന്നത്. എന്ത് സയൻസ്? സാർ ഈ മരുത്തോമലയിൽ ഔഷധ സസ്യങ്ങളായ ബൃങ്ക, ബ്രഹ്മി, കറുവപ്പട്ട, കറിവേപ്പില, റബ്ബർ, വാഴ, ചേമ്പില. മതി അവൻ്റെ ഒരു മരുത്താമല. ഇതെന്തൂടെ തക്കാളിപ്പെട്ടി പൊതിഞ്ഞോണ്ട് വന്നതാണോ? സാർ ഇത് തക്കാളിപ്പെട്ടിയല്ല, ഇതൊരു അത്ഭുതപ്പെട്ടിയാണ്. എന്ത് അത്ഭുതം? സാറേ, നമ്മൾ ഈ ഹോളിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ പിന്നിലുള്ള കാര്യങ്ങൾ തല തിരിച്ച് ഇതിനകത്തൂടെ കാണാൻ പറ്റും. അതെങ്ങനെ? ഇത് ലെൻസ് വല്ലതും വെച്ചിട്ടുണ്ടോ? സാർ ഇതിലെ കൂടെ നോക്കി നോക്ക്. എടാ, നീ തന്നെയാണോ ഇത് ഉണ്ടാക്കിയത്? അതെ സാർ. നിന്നെയാണോ കുഞ്ഞെ ഞാൻ കഴിവില്ലെന്ന് പറഞ്ഞത്? എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്ന് ഇവിടെ എല്ലാവരും ചെയ്തത് വെച്ച് ഏറ്റവും ഇന്നോവേറ്റീവും ക്രിയേറ്റീവും ആയിട്ടുള്ള സാധനം ഭരത്ത് ചെയ്ത ഈ പെട്ടിയാണ്. അന്ന് എല്ലാവരുടെയും മുമ്പ് വെച്ച് ഞാൻ പറഞ്ഞതാ ഇവന് കഴിവില്ലെന്ന്. പക്ഷെ എന്നാ ഇന്ന് ഞാൻ പറയുന്നു, ഇവൻ നല്ല നിലയിലെത്തും. നിന്റെ ഈ ഉഴപ്പ് സ്വഭാവം ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി. സാർ, ഞാൻ ഉഴപ്പനല്ല സാർ.